ചുരുങ്ങിയ വിലയിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അഗ്ലോണിമ സ്വന്തമാക്കാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. എല്ലാ പ്ലാന്റ്സുകളും ഡിസ്കൗണ്ട് ഉണ്ട്. പുതിയ പുതിയ പ്ലാന്റ്സുകളുടെ ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സുകളും അവൈലബിൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് മഹാശട്ടിയാണ്. മഹാശട്ടിൻ്റെ വലിയ പ്ലാന്റുകളെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റാണ് കേട്ടോ. ഇതിൽ മദറിലൊരു ബേബിയൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. 2 പ്ലാന്റ് മാത്രമേ ഉള്ളൂ. വലിയ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് മഹാശട്ടി. സിംഗിൾ ഷൂട്ടാണ്, പക്ഷേ ഒരുപാട് ലീഫുള്ള ബുഷി ലീഫാണ് കേട്ടോ. 10-15 ലീഫ് അങ്ങനെ ആയിട്ടുള്ള നല്ല ബുഷിയായി നിൽക്കുന്ന ഒരു പോട്ടാണ്. 2 പോട്ട് മാത്രമേ ഉള്ളൂ. അത് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ റയർ വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. 350, 450 ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഒക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആട്ടോ. നല്ല ഭംഗിയുള്ള റയർ വെറൈറ്റിയാണ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഈ ഒരു കളർ വരും. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പിങ്ക് വന്നിട്ട് ഗ്രീനിൽ കളർന്നിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഫോർച്യൂണ്. പിന്നെ വന്നിട്ടുള്ളത് ഐസ്ബർഗ് ആണ് 350ൻ്റെ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ വന്നിട്ടുള്ളത് ഹെങ് ആണ് 350ൻ്റെ. പിന്നെ കുങ്കും മജന്തൻ്റെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് 300, 350 ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിന് 350 ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. നല്ല കളറും ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട് കണ്ടില്ലേ. നല്ല ഭംഗിയുള്ള കളറാണ് മജന്ത. ഇത് ജർജാണ് കേട്ടോ. ജർജ് ഇതിൽ 2 ഷൂട്ടുണ്ട്. 2 ഷൂട്ടുള്ള പ്ലാന്റിന് 550 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടില്ലേ 2 ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇനി നിങ്ങൾക്കൊരു സിംഗിൾ ഷൂട്ടാണെങ്കിൽ ഇതാ 400 ഒരു പ്ലാന്റ് ഉണ്ട്. ഒരു പ്രത്യേക കളറാണ് ഇതിന് വരിക. കണ്ടില്ലേ വെയിന് ഈ ഷെയ്ഡിൽ ഈ ഒരു ലൈന് കളറും വരും. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഈ വെയിൻ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വന്നിട്ടത് ലെമൺ ആണ്. ലെമണിൻ്റെ ഒരു 350ൻ്റെ പ്ലാന്റ് ആണ്. പിന്നെ ഗോൾഡൻ കാസ്കേഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അത് 300ൻ്റെ. പിന്നെ വന്നിട്ടുള്ളത് ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റുകളാണ്. ബ്ലാക്ക് മെറൂണിൻ്റെ കുറച്ച് അത്യാവശ്യം ഇതൊരിക്കലും ഹൈറ്റ് വെക്കൂല കേട്ടോ. ഈ ഒരു സൈസ് തന്നെയാണ് ഉണ്ടാവുക. അധികം ഹൈറ്റ് വെക്കൂല. ചെറിയ രീതിയിലൊക്കെ വലുപ്പം വെക്കുന്നേ ഉള്ളൂ. ഒരു മിനിയേച്ചർ ടൈപ്പാണ് ബ്ലാക്ക് മെറൂൺ എന്നാണ് ഒരു പ്ലാന്റ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ബ്ലാക്ക് മെറൂണ്. പിന്നെ വന്നിട്ടുള്ളത് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് ആണ്. ഇതൊക്കെ അതിൻ്റെ സിംഗിൾ ഷൂട്ടുകളാണ്. 650 റേറ്റ് വരുന്ന സിംഗിൾ ഷൂട്ടുകളാണ് കേട്ടോ ഓറഞ്ച് സ്റ്റാർഡസ്റ്റിൻ്റെ. ഇത് ബുഷി പോട്ടാണ്. ഇതൊക്കെ സിംഗിൾ ഷൂട്ടാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് റയാൻ ഗോൾഡ് ആണ്. റയാൻ ഗോൾഡ് സിംഗിൾ ഷൂട്ടാണെങ്കിലും ബുഷി ലീഫാണ്. വലിയ പ്ലാന്റ് ആണ്. 450 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഒരുപാട് ലീഫുണ്ട് കണ്ടില്ലേ. പിന്നെ ഇത് ഒരു പുതിയ വെറൈറ്റി ആണ്. ഡ്രാഗൺ റെഡ് ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. 350 ആണ് ഇനി റേറ്റ് വരുന്നത്. ഇതിൻ്റെ പല സൈസുള്ള പ്ലാന്റുകളും അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ടുള്ളത് 10 ക്യാരറ്റ് ആണ് കേട്ടോ. 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ്. 350, 450 ഒക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ പീച്ച് പനാമ ഉണ്ട് 350ൻ്റെ. ഇതിലൊരു ഷൂട്ടെല്ലാം ഉണ്ട്. നല്ല ചെറിയൊരു ഷൂട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് പീച്ച് പനാമ, പിങ്ക് പനാമ ഒക്കെ. പിന്നെ വന്നിട്ടുള്ളത് സിൽവർ ഹോൺ എന്ന് പറഞ്ഞ ഒരു പുതിയ റയർ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഇതും ചെറിയ റേറ്റിൻ്റെ പ്ലാന്റുകളും അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ സിൽവർ ഹോൺ. കണ്ടില്ലേ ലീഫിന് ഒരു പ്രത്യേക കളറും സ്ട്രക്ചറും ഒക്കെ ആണ്. ഇനി കാണിക്കാൻ പോകുന്നതൊക്കെ ബുഷി പോട്ട് പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൗസ് വാമിങ്ങിന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ അധികം കസ്റ്റമേഴ്സും ബുഷി പോട്ട് പ്ലാന്റ്സുകൾ ചോദിക്കാറുണ്ട്. ബുഷി പോട്ട് പ്ലാന്റ്സ് ആകുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ 2 ഷൂട്ടോ അതിലധികമോ ഷൂട്ടുകൾ ഉണ്ടാവും. അപ്പോൾ കുറച്ച് റേറ്റ് കൂടും പ്ലാന്റിന്. ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഒന്നും ഞാൻ എല്ലാത്തിൻ്റെ ഒന്നും പറയാൻ കഴിയില്ല. ഏകദേശം ഞാൻ പറയാം ഒക്കെ ഒരു 500 എബോവ് പ്ലാന്റുകളായിരിക്കും. 650, 750, 850 അങ്ങനെ എത്രത്തോളം ഷൂട്ടുണ്ടോ അതിനനുസരിച്ച് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ചിലതിൽ 3-4 ഷൂട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. പിന്നെ കാറ്റലോഗ് ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിൽ നോക്കിയിട്ടും നിങ്ങൾക്ക് റേറ്റ് മനസ്സിലാക്കാം. അപ്പോൾ പ്ലാന്റ്സുകൾ ഏതൊക്കെ ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ. ഓറഞ്ച് സ്റ്റാർഡസ്റ്റിൻ്റെ ബുഷി പോട്ടാണ്. പിന്നെ ഫോർച്യൂണിൻ്റെ ബുഷി പോട്ടാണ്. ഇത് ലെമൺ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ബുഷി പോട്ടാണ്. ഇത് ബ്ലാക്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ കുങ്കും മജന്തൻ്റെ ബുഷി പോട്ടാണ്. പിന്നെ വന്നിട്ടുള്ളത് സോംബാറ്റ് ആണ് കേട്ടോ. ബ്ലാക്ക് സോംബാറ്റ്. ഇത് പിന്നെ ഒരു മദറും ഒരു ബേബിയും ആണ് കേട്ടോ ഉണ്ടാവുക. 650, 700 ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സിംഗിൾ ഷൂട്ടും പിന്നെ ബേബികളും ഉണ്ടാവും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് സോംബാറ്റ്. കണ്ടില്ലേ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ബ്ലാക്ക് സോംബാറ്റ്. പിന്നെ വന്നിട്ടുള്ളത് സിൽവർ ലൂണൻ്റെ ഒരു ബുഷി പോട്ടാണ്. അതുപോലെ ബ്ലാക്ക് മെറൂണിൻ്റെ ബുഷി പോട്ട്. പിങ്ക് പനാമൻ്റെ ഒരു ബുഷി പോട്ടാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് പിങ്ക് പനാമ എന്നാണ് പ്ലാന്റ്. പിന്നെ ഉള്ളത് പിങ്ക് അരോരയുടെ ബുഷി പോട്ടാണ്. അതുപോലെ പ്രക്കായ്പറ്റിൻ്റെ 2 ഷൂട്ടുള്ള ഒരു ബുഷി പോട്ടാണിത്. ഇത് നേരത്തെ കാണിച്ച വൈറ്റ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഐസ്ബർഗ് എന്ന് പറയും അതിൻ്റെ ഒരു ബുഷി പോട്ടാണ്.
പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ലെഗസി ആണ് കേട്ടോ. വൈറ്റ് ലെഗസി 350 മുതൽ അവൈലബിൾ ആണ് കേട്ടോ. സിംഗിൾ ഷൂട്ട്, ഇത് 3 ഷൂട്ടുള്ള ഒരു ബുഷി പോട്ടാണ്. പിന്നെ റയാൻ ഗോൾഡ് നേരത്തെ കണ്ടില്ല അവിടെ, അതിൻ്റെ ഒരു ബുഷി പോട്ടാണ് കേട്ടോ. 2 ഷൂട്ട് ഉണ്ട് ഇതിന്. പിന്നെ ഇതൊക്കെ ഡ്രാഗൺ റെഡ് ആണ്. റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ബുഷി പോട്ടുകളാണിത്. പിന്നെ വന്നിട്ട് 10 കാരറ്റ് ആണ് കേട്ടോ. ഇതിൽ 3-4 ഷൂട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് 10 കാരറ്റ്. ഇതിൻ്റെ പല സൈസുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. 250, 350, 450 അങ്ങനെ പല റേറ്റിലുള്ള പ്ലാന്റും നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് തന്നെ വാങ്ങാം. ബുഷി പോട്ട് എല്ലാവർക്കും ഒന്നും വാങ്ങാൻ കഴിയില്ല, കാരണം ഒരുപാട് ഷൂട്ട് വരുന്ന ബുഷിയായി നിൽക്കുന്ന പ്ലാന്റുകളാണ്, അപ്പോൾ റേറ്റ് കൂടും. ഇത് സിൽവർ ഹോണിൻ്റെ ബുഷി പോട്ടുകളാണ് കേട്ടോ. ഇതിൻ്റെതും നിങ്ങൾക്ക് 350, 450 അങ്ങനെ പല സൈസുള്ള പ്ലാന്റുകളുണ്ട്. അങ്ങനെ ചെറുതും വലുതും ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങാം. ഇതും 10 കാരറ്റിൻ്റെ ബുഷി പോട്ടാണ്. പിന്നെ വന്നിട്ടുള്ളത് ഗ്രീൻ ബോളിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടാണ് കേട്ടോ. അത് ബുഷി പോട്ടല്ല, പക്ഷെ വലിയൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഹൈറ്റുള്ള അത്യാവശ്യം വലിയ സൈസുള്ളൊരു പ്ലാന്റാണ്. ഇത്രയും പ്ലാന്റുകളാണ് ബുഷി പോട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ID പറഞ്ഞാലും മതി. ഇനി നമുക്ക് കുറച്ച് കലാത്തിയ വെറൈറ്റീസ് ഉണ്ട്, അത് ഏതൊക്കെയെന്ന് നോക്കാം. കലാത്തിയ വെറൈറ്റീസിൽ വരുന്നത് എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ. അല്ലെങ്കിൽ അറിയുന്നതിൻ്റെ ഒക്കെ ഞാൻ പേര് പറയാം. ഇതിന് ഒരുപാട് സ്പീഷ്യസ് ഉള്ളതാണ് കലാത്തിയ വെറൈറ്റീസിന്. ഓരോന്നിൻ്റെ പേരുകളും ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തിയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് കേട്ടോ, ചെറിയ പ്ലാന്റുകളൊന്നും ആയിരിക്കില്ല. ഇത് അതിൻ്റെ ബുഷി പോട്ടാണ്. ഇതിലും നിങ്ങൾക്ക് ബുഷി പോട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. 2-3 ഷൂട്ടുകളൊക്കെ ഉള്ള ബുഷി പോട്ടുകളാണ്. ഇനി അതല്ല നിങ്ങൾക്കൊരു സിംഗിൾ ഷൂട്ടാണ് വേണ്ടിയതെങ്കിൽ ഇതെങ്ങനെയും വാങ്ങാം. ഈ ഒരു സിംഗിൾ ഷൂട്ടിന് 250 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വിലയെന്ന് ചോദിക്കും. ഇത് വലിയ പ്ലാന്റുകളായിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന മതി ചെറിയ സൈസല്ല. കണ്ടില്ലേ, വീഡിയോ നിങ്ങൾക്ക് കാണാം. വലിയ സൈസുള്ള ഒരുപാട് ലീഫുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇത്. പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ഫ്യൂഷൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ചെറിയൊരു സൈസാണ്, 80 റുപ്പീസ് ആട്ടോ ഇതിന് വരുന്നത്. പിന്നെ വരുന്നത് ഡോട്ടിയാണ് കേട്ടോ. ഡോട്ടീൻ്റെ ബുഷി പോട്ട് ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഡോട്ടി. ഒരുപാട് ഷൂട്ടുള്ള പ്ലാന്റുകളാണ്. ഇനി അതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് ഇതാണ് കേട്ടോ. സിംഗിൾ ഷൂട്ട് 250 ഉണ്ട്. ഒരുപാട് ലീഫൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആട്ടോ, ചെറുതല്ല. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. 250ൻ്റെ പ്ലാന്റ് ആട്ടോ ഇത്. അതുപോലെ ഈ ഒരു കലാത്തിയ ബുഷി പോട്ടാണ്. അതിൻ്റെ ചെറിയ റേറ്റാണ് കേട്ടോ ഇത്. ചെറുതാറ് ഇതിലും 2-3 ഷൂട്ടൊക്കെ കുഞ്ഞു ഷൂട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്, നല്ല ഭംഗിയുള്ള ക്രിംസൺ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ഇതിന്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് ഇതാട്ടോ. 200, 250 തന്നെയാണ് റേറ്റ് വരുന്നത്. ബുഷി പോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാം. പിന്നെ വന്നിട്ടുള്ളത് വേറൊരു പുതിയൊരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല. അതൊരു പുതിയ റയർ വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, അതുപോലെ ഇത് ആപ്പിൾ കലാത്തിയ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പുതിയ വെറൈറ്റി കേട്ടോ. അതിൻ്റെ ബുഷി പോട്ടാണ്. ബുഷി പോട്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ, ഒരുപാട് ഷൂട്ടുകളായിട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കും. ഇതാണ് കേട്ടോ ബുഷി പോട്ട്. നല്ല ഭംഗിയുള്ള വലിയ പ്ലാന്റ് കേട്ടോ. കലാത്തിയൊക്കെ എപ്പോഴും ഷെയ്ഡ് പ്ലേസ് തന്നെയാണ് എഗ്ലോണിമൻ്റെ മാതി വേണ്ടത്. വെയിൽ പറ്റൂല, ലീഫ് കരിഞ്ഞു പോവും. നല്ല വെള്ളം ആവശ്യമുള്ളൊരു ചെടിയാണ്. അതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ അത്. അതുപോലെ പ്രേ കലാത്തിയ എന്ന് പറയും. അതിൻ്റെ ബുഷിയാണ്. അതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടാണ് ഇത് 150ൻ്റെ. ഇത് വേറൊരു വെറൈറ്റി കലാത്തിയാണ്. ഇതിൻ്റെ 150 മുതൽ അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടുകൾ. ഇത് വേറൊരു കളർഫുൾ ആയിട്ടുള്ള കലാത്തിയാണ് കേട്ടോ. 200 ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. അതായി ഒരു സിംഗിൾ ഷൂട്ടിന് 200 ആണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല മനോഹരമായിട്ടുള്ള കളറാണ്. അങ്ങനത്തെ തന്നെ വെയിനും ഉണ്ട്. ഇത് ബുഷി പോട്ടാണ്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് 250 ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. കണ്ടില്ലേ, വലിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ. അതാ ഇത്ര സൈസ് ഉണ്ടാവും. ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കട്ടോ. ചെറിയ റേറ്റിൽ വരുന്നത് പിങ്ക് അരോരുണ്ട് 150ൻ്റെ. പിന്നെ വന്നിട്ടുള്ളത് ഒരു സിൽവർ ലൂണിൻ്റെ പ്ലാന്റ് ഉണ്ട് 150ൻ്റെ. പിന്നെ റെഡ് എമറാൾഡ് ഉണ്ട് കേട്ടോ, ഒരു 100 റുപ്പീസിൻ്റെ. ഇത്രയൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒന്ന് ബ്ലാക്ക് ലിപ്സ്റ്റിക് ഉണ്ട് 150ൻ്റെ. ഇതും ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ് കേട്ടോ 150ൻ്റെ. ഇനി നമുക്ക് 200 റേറ്റ് വരുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെ നോക്കട്ടെ. 200 വരുന്നത് പിങ്ക് അരോരൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് പിങ്ക് അരോര. ലീഫിൽ ഈ ഒരു പിങ്ക് കളറ് നല്ലോണം വരുന്നതാണ്. പിന്നെ
ഇതൊക്കെ പിങ്ക് അരോരൻ്റെ പ്ലാന്റ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ലക്കാച്ചിൻ്റെ ഒരു 200 പ്ലാന്റ് ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ജയ്പോങ് റെഡുകളാണ് കേട്ടോ. ജയ്പോങ് റെഡിൻ്റെ 250 ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. ചെറിയ തൈകളാണ് കേട്ടോ, കുഞ്ഞു തൈകളാണ്. പിന്നെ വന്നിട്ടുള്ളത് ഹെങ്ങിൻ്റെ 250 പ്ലാന്റാണ്. ഇത് റെഡ് കുങ്കുമിൻ്റെ ഒരു 250 പ്ലാന്റാണ്. പിന്നെ വന്നിട്ടുള്ളത് ഗോൾഡൻ പപ്പായൻ്റെ 250, വൈറ്റ് ലക്കാച്ചി. പിന്നെ വന്നിട്ടുള്ളത് സിൽവർ ഹോൺ എന്നുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റാണിത്. 2 ലീഫുള്ള 250 ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഗ്രീൻ ബോളാണ്. ഗ്രീൻ ബോളിൻ്റെ ഒരു പ്ലാന്റാണിത്. 300 സൈസാണ് കേട്ടോ. ഇത് ഈ ഒരു സൈസാണ് നിങ്ങൾക്ക് കേട്ടോ. എനിക്ക് വലിയ പ്ലാന്റും ആണെങ്കിൽ അങ്ങനെയുണ്ട്. ഇതും ഗോൾഡൻ പപ്പായൻ്റെ വേറൊരു പ്ലാന്റാണ്. ഇത് റെഡ് സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ. റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ 250 പ്ലാന്റാണ്. അതുപോലെ സൂപ്പർ വൈറ്റ് ഉണ്ട് 250. പിന്നെ വന്നിട്ടുള്ളത് 10 ക്യാരറ്റിൻ്റെ 250താണ്. ഇത് വൈറ്റ് ലെഗസി. ഇതൊക്കെയാണ് 250 പ്ലാന്റുകൾ വരുന്നത്. ഇനി വരുന്നത് 300-350 റേറ്റുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അതിൽ കുങ്കുമ മജന്ത ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഡ്രാഗൺ റെഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ ബുഷി പോട്ട് കാണിച്ചാൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ ലെമണിൻ്റെ ഒരു 350 പ്ലാന്റാണ്. ഇത് റയാൻ ഗോൾഡിൻ്റെ ഒരു 350 പ്ലാന്റാണ്. റയാൻ ഗോൾഡിൻ്റെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ. അത് 450 നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് റയാൻ ഗോൾഡ്. കണ്ടില്ലേ, നല്ല ബുഷായിട്ട് ലീഫുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് റയാൻ ഗോൾഡിൻ്റെ പ്ലാന്റുകൾ.